ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഡിന്നറിനൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ചിക്കൻ തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് സ്പൈസസ് ആയിട്ട് പട്ട, കറാമ്പ്, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് അതൊന്ന് ജസ്റ്റ് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും എണ്ണയിൽ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 വലിയ ഉള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഉള്ളി നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഉള്ളിയിലും നല്ലോണം സോഫ്റ്റ് ആയതിനു ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു വലിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. തക്കാളി ചെറുതാണെങ്കിൽ നമുക്ക് 2 ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് നല്ലോണം ഒന്ന് മൂടി വെച്ചതിന് ശേഷം തക്കാളിയിലും നല്ലോണം ഉടഞ്ഞ് വന്നിട്ടാണ് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ മുളക് പൊടി എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലി എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്ത് പൊടിക്കുന്ന ടൈപ്പ് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതൊരു 2.5 ടേബിൾ സ്പൂൺ ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അതും ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഓവർ വെള്ളം ചേർക്കുന്നില്ല, കാരണം നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചിട്ടും ചേർക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും വെള്ളം വരുമല്ലോ. അതിലും വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കനെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ചിക്കനെല്ലാം നല്ലോണം വെന്ത് വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കാം. മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. തെരുപ്പൊന്നും ഇല്ലാണ്ട് നല്ല മഷി പോലെ അരച്ചെടുക്കല്ലേ, അതുപോലെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളെ കറിയെല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനെല്ലാം നല്ലോണം വെന്തതിന് ശേഷം മാത്രം നമ്മളെ തേങ്ങേൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങേൻ്റെ അരപ്പ് ചേർത്തിട്ടൊന്ന് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പിലും മല്ലിച്ചപ്പുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ.